അഭിനയിച്ചിട്ട് തിരിച്ചു വന്നാൽ ഇല്ല പ്രാർത്ഥിക്കാൻ പോകുക ആകപ്പാടെ കിട്ടിയ ഒരു പിടിവള്ളിയാണ്. അടി ഞാൻ ജയിച്ചു. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നെ തേച്ചതാണല്ലേ? ഞാൻ അറിഞ്ഞില്ല. അത് വഴിയേ അറിഞ്ഞോളൂ. കഥ വിട് വീണ അടുത്ത പിടിക്കേ. പടത്തിന്റെ കഥയെങ്കിലും പറ കുറച്ച്. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. കല്യാണം ഇങ്ങനെ മൈൻഡ് വരും ചെയ്തില്ല. അപ്പൊ കൊറേ കഥ ഉണ്ടാവും പറയാൻ. എനിക്ക് കഥ പറയാനുള്ള ഒരു മൂടില്ല. അറിയാത്ത ആളെ പറ്റി എങ്ങനെയാ കഥയൊക്കെ പറയാ. ഒരു ദൃശ്യ മോഡലായിരുന്നു ഇവർ ഉദ്ദേശിച്ചത്. ആർക്കും കൊടുത്തില്ല. തിയേറ്ററിലുണ്ടാവില്ല മിക്കവാറും. പാറ്റയുടെ കൂടെ കുറവുണ്ട്. അത് നീ എന്റെ കഞ്ഞിൽ ഇട്ടോണ്ടിരിക്കല്ലേ? അപ്പോഴും ഇവന്റെ പേര് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞെളിഞ്ഞു കയറി ഇരിക്കുകയാണ്. ഇങ്ങനൊന്നല്ലായിരുന്നല്ലോ എന്റെ അടുത്ത് പറഞ്ഞത്. എന്നെ മാനസികമായിട്ട് തകർക്കാൻ ആശ്രമിച്ചില്ല. നിനക്ക് ഗുരു കൊണ്ടുപോകണം. പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറ. തോണിന്നൊക്കെ നമ്മൾ എന്തോ ഇറങ്ങുന്ന സമയത്തൊക്കെ ഭയങ്കര വേദനയായിട്ട് ധ്യാന പറഞ്ഞിട്ടാ ഞാൻ സ്റ്റെപ്പ് കയറി പോണതുണ്ട്. അങ്ങനെയൊക്കെ വഴിയില്ല. ഇത് പറയണില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് വെച്ചു നിന്റെ വായിൽ എന്താ പഴമാണോ പറഞ്ഞോണ്ടാന്ന്. എന്താ ഉദ്ദേശിച്ചത്? വായിൽ പഴം. What's that? അതൊക്കെ ഞാൻ ഇവനോട് ഇവനെ പോലത്തെ ആൾക്കാരെ ഡീൽ ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. അവന്റെ കഥയിലാണ് ഞാൻ. എന്താണ് തമാശ ആക്കാണ്? അല്ല തമാശ ആക്കാണ്. അങ്ങനെ ആക്കണ്ട കേട്ടാ. എനിക്ക് ധ്യാനോട് മാത്രമാണ് ഭയങ്കര ഭയങ്കര ആത്മബന്ധമുള്ളത്. 3 പേരെ പറഞ്ഞു വിടട്ടെ. എന്താ എന്റെ ഉദ്ദേശം? വലിയ തമാശക്കാരനല്ലേ? പക്ഷെ എനിക്ക് തമാശ ഇഷ്ടമല്ല. തമാശ പറയുന്നതിന്റെ മൂട്ടിൽ ഞാൻ പഴക്കം വെച്ച് പൊട്ടിക്കും. അറിയാത്ത ഇംഗ്ലീഷ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഞാൻ ഫുൾ തെറ്റ് ഇംഗ്ലീഷ്. നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷമാണോ ധ്യാനിനെ കാണുന്നത്? വീട്ടിലുള്ളതല്ല അനിയനാണ്. ഒരു വീട്ടിലാണ് ഇവര് സ്വന്തമായിട്ട് വീടൊന്നുമില്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഇടയ്ക്ക് വീട്ടിലോട്ട് വരുമ്പോ ഇവ വീട്ടിലുണ്ടാവും. 7000 സ്ക്വയർ ഫീറ്റ് എന്റെ അച്ഛൻ വീട്ടിലാണ്. അത് അച്ഛൻ സ്വത്ത് പാർട്ടിഷൻ കഴിഞ്ഞ് എനിക്ക് തരാം. ഇവൻ എഴുതി വാങ്ങി. എല്ലാ വിരലുകളും പതിച്ചേക്കൂ. തള്ളവിരൽ, ചെറുവിരൽ, ചൂണ്ടുവിരൽ, ചൂണ്ടാത്ത വിരൽ. ഈ വാചപടി കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് റെസ്റ്റ് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇവന് സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല.